ഈ ആൽബിൻ്റെ കൂടെ ഉണ്ടല്ലോ ജീപ്പ് സഫാരിക്ക് ഒരിക്കലും വരരുത്. കാരണം എന്ന് വെച്ചാൽ പകുതി ദൂരം നമ്മളെ കൊണ്ട് ഓഫ് റോഡൊക്കെ ഓടിപ്പിക്കുന്ന പുള്ളിയാണ്. എനിക്ക് പേടിയുള്ളതും ഹൈറ്റിനോട് പേടിയുള്ളതുകൊണ്ടും അക്രോഫോബിയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. അരുൺ പോവാന്നൊക്കെ ഞാനും പോവാന്ന് പറഞ്ഞ് ഇവിടെ വന്നു. പക്ഷേ ഇത് കണ്ടപ്പം എനിക്കും പേടിയാണ്. ജോർജിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ കാണാത്തോണ്ട് ഞാൻ ഇപ്പൊ സമ്മതിക്കാം. കണ്ണാടി വെച്ചിരിക്കുകയാണ്. കണ്ണാടി വെച്ചു അപ്പൊ കാണാൻ പറ്റത്തില്ല. നീ കണ്ണാടി വെച്ച് തന്നെ പോവാം. ഒരാളെ കിട്ടി. നമസ്കാരം. നല്ല തണുപ്പാണ്, ചുറ്റുവട്ടത്താണെന്നുള്ളത് നല്ല പച്ചപ്പ്, നല്ല സുന്ദരമായ തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടം നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു തേയിലമലയുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ പറ്റപരാന്ന് ഉദിച്ചു വരുന്നുണ്ട്. നല്ല കാഴ്ചകളാണ്. തണുപ്പ് ചെറുതായിട്ടുണ്ട്. ഇപ്പം ചെറുതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി നല്ല തണുപ്പുണ്ട്. ആ തണുപ്പത്ത് നമ്മൾ പുള്ളിക്കാനത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. വാഗമണിൽ ടോപ്പ് തിങ്സ് ടു ഡു ഇൻ വാഗമൺ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ 5 പേരാണ്. അഭിലാഷ് ഉണ്ട്, അരുണുണ്ട്, ജോർജ് ഉണ്ട്, ഫാബിനുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സാരഥി ഇപ്രാവശ്യം ആൽബിനാണ്. ആൽബിൻ, ഇത് പുള്ളിക്കാനത്തു നിന്ന് നമ്മളങ്ങോട്ട് തുടങ്ങുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ ഇതിലേ വരാവുന്നതാണ് അല്ലേ? കാഞ്ഞാറിയിൽ നിന്ന് തിരിഞ്ഞ് ഈരാറ്റുപേട്ട വഴി വരാതെ കാഞ്ഞാറിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് നമുക്ക് വാഗമണിൽ എത്താവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 100 കിലോമീറ്റർ താഴെയുള്ളൂ നമുക്ക് വാഗമൺ വരെ വരാനായിട്ട്. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ പുള്ളിക്കാനത്തിന് മുമ്പായിട്ടും ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ജോസഫിൻ്റെ ഷൂട്ട് ചെയ്ത സ്ഥലം, ഇല്ലിക്കക്കല്ല്, അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്നുണ്ട്. ഒരു വളമൊക്കെ ഉണ്ട്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലിക്കക്കല്ലൊക്കെ കാണാം. പവർ ഹൗസ് അതെല്ലാം കണ്ടു വേണേൽ പോരാ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാനം എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ. പുള്ളിക്കാനം ആ ടൗണിൻ്റെ ചെറിയ ടൗണല്ല, ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷനിലോട്ട് നമ്മളെത്തിയില്ല. അതിന് മുമ്പായിട്ടാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തേയിലത്തോട്ടങ്ങൾ, ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളുണ്ട്. നല്ല പച്ചപ്പിങ്ങനെ പടർന്ന് കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പം ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പുള്ളിക്കാനമാണ്. പുള്ളിക്കാനത്തു നമ്മൾ തുടങ്ങുന്നു. പക്ഷേ അടുത്ത സ്പോട്ടുകൾ വരുന്നുണ്ട്. പുള്ളിക്കാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് തേയിലത്തോട്ടങ്ങളാണ് കാണാനായിട്ട്. ഇടയ്ക്ക് ചെറിയ ഒരു ലേക്ക് പോലൊക്കെ കാണാം. ചെറിയ പോണ്ടേക്കാൾ വലുത്, ലേക്കിനേക്കാൾ ചെറുത്. ആ രീതിയിലൊക്കെ തടാകങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ചുറ്റുവട്ടത്ത് ഈ മരങ്ങളും അതേപോലെ തേയിലത്തോട്ടങ്ങളും ഒക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് നല്ല രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ഫോട്ടോജനിക്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിലും ഈ എസ്റ്റേറ്റുകളൊക്കെ AVTD ആണോ ഇതെല്ലാം? പുള്ളിക്കാന എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ പുള്ളിക്കാന എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ തേയില വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വാ, അപ്പോൾ അടുത്ത സ്പോട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് അങ്ങോട്ട് പോകണം. വാ. നമ്മളങ്ങനെ ഇച്ചിരി ഇങ്ങോട്ട് മാറി പുള്ളിക്കാനം ജംഗ്ഷനിലെത്തി കേട്ടോ. പുള്ളിക്കാനം ജംഗ്ഷൻ എന്ന് പറയുന്ന വലിയൊരു ടൗൺ പോലൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു സ്കൂളുണ്ട്, തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്, ഇപ്പുറത്താണെന്നുണ്ട് പള്ളിയുണ്ട്. ഇവിടെ 1-2 തട്ടുകടകളുണ്ട്. പക്ഷേ തട്ടുകടയൊക്കെ അടവാണെന്നാണ് തോന്നുന്നത്. നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റുകൂടെ അടിക്കുമ്പോഴത്തേനെ മുഖത്തൊക്കെ ഒരു ചുളിയുളിപ്പുണ്ട്. ഒരു സ്വെറ്ററോ എല്ലാം ഒക്കെ എടുത്തുകൊണ്ട് പോരണ്ടായിരുന്നു. ഏതായാലും ഈ പള്ളിക്ക് ചുറ്റും അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിന് ചുറ്റുമൊക്കെ ആയിട്ട് ഈ ജംഗ്ഷന് ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളാണ്. ആ തേയിലത്തോട്ടങ്ങളാണ് ശരിക്കും ഈ പുള്ളിക്കാനത്തിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്പോട്ടാണ് പുള്ളിക്കാനം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കണ്ട് ഇങ്ങോട്ട് പോകാവുന്നേ ഉള്ളൂ. നമുക്ക് ബസ്സിന് വേണേലും വരാം കേട്ടോ. ബസ്സുണ്ട്, ഡയറക്റ്റായിട്ട് കൊച്ചിയിൽ നിന്ന് വാഗമണിന് വരാനായിട്ട് ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ വേണേലും ആവാം. ഏതായാലും പുള്ളിക്കാനത്തിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ വരുമ്പോഴത്തേന് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വാട്ടർ ബോട്ടിലെ പ്ലാസ്റ്റിക്കുകൾ അതെല്ലാം അവിടെ ഇവിടെ എല്ലാം ചുമ്മാ വലിച്ചു വാരി ഇടാതെ നമ്മുടെ സ്ഥലമല്ലേ, നമുക്ക് സുന്ദരമായിട്ട് സൂക്ഷിക്കണ്ടേ, അതൊന്നും ശ്രദ്ധിക്കുക. എങ്ങനെയുണ്ട് അരുണേ സ്ഥലം? സ്ഥലമൊക്കെ കൊള്ളാം. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു ചായ കിട്ടിയാൽ കൊള്ളാം. ജോർജ് അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചായ കുടിക്കണം. ഞാനും എൻ്റെ മനസ്സിലും ചായ കുടിക്കണമെന്നുണ്ട്.
ഇത്രയും തേയിലത്തോട്ടത്തിൽ ഉണ്ടായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കട ഉണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷെ അത് അടച്ചിട്ടിരിക്കാന്നേ ഉള്ളൂ. ഇച്ചോട്ടൊക്കെ താഴോട്ട് നിന്നാൽ കാണും. ഫാബിനാണെങ്കിൽ സ്കൂളിന്റെ മുറ്റത്ത് പോയിരിക്കുകയാണ്, മുറ്റത്തല്ല പടിയിൽ. ചേട്ടൻ പറഞ്ഞ പോലെ പള്ളിയുടെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നല്ല രസമാണ് കാണാൻ അല്ലേ. പള്ളി ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ചേട്ടനെ കണ്ടായിരുന്നു, ഇവിടെ അടുത്തുള്ള നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പോയി നോക്ക്, നല്ല തേയിലത്തോട്ടം, അതാണ് സീൻ എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലോട്ട് പോകുന്നു. അടുത്ത സ്പോട്ട് ചായ ഇടയ്ക്ക് കുടിക്കാൻ പറ്റിയ കുടിക്കും, പക്ഷെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. നമ്മൾ പുള്ളിക്കാനത്ത് നിന്ന് വാഗമൺ ടൗണിലെത്തി കേട്ടോ. വാഗമൺ ടൗണിലെത്തിയിട്ട് നമുക്ക് ചായ കുടിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ചായക്കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് വാഗമൺ ടൗണിൽ ഒരു ചെറിയ ചായക്കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം ചായയും കുടിക്കാം എന്നുള്ള രീതിയിലാണ് കയറിയത്. ഇതും ആൽബിൻ സജസ്റ്റ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ടോപ്പ് തിങ്സിൽ വരുന്നതല്ല, എന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ എവിടെയെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കടകളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടും. അത് ഈ ജീപ്പൊക്കെ ഓടിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരികയും. ഞാനിപ്പം മുട്ടക്കറിയും പുട്ടും കഴിക്കുന്നു, മുട്ട റോസ്റ്റും ഇടിയപ്പവും നമ്മുടെ അരുൺ കഴിക്കുന്നു. ജോർജ് ആണെന്നുണ്ടെങ്കിൽ ബീഫ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഫും അപ്പം കൂടെ ജോർജ് കഴിച്ച്, പൊറോട്ടയും ബീഫും ഫാബിനും കഴിച്ചു. അഭിലാഷ് കഴിക്കണം. ആൽബിൻ എന്താ കഴിക്കുന്നത്? ആൽബിൻ പൊറോട്ടയും മുട്ട റോസ്റ്റും, പൊറോട്ടയും മുട്ട റോസ്റ്റുമാണ് ആൽബിനും കഴിക്കുന്നത്. ഏതായാലും കഴിക്കാം, പോവാം. അടുത്ത സ്പോട്ടിലോട്ട് പോകണം, പോയില്ല, വരുന്നു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോൾസ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ മുട്ടക്കുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം അകത്ത് കയറാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മുട്ടക്കുന്നിൽ പോകേണ്ട സമയം ഇതല്ല. ഒരു മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും, നല്ല നിറഞ്ഞ് പച്ചപ്പ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇപ്പം വരണ്ട് നിൽക്കുകയാണ്, ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. പെർ ഹെഡ് 25 റുപ്പീസാണ്. ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ DSLR ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ്. വാ. അങ്ങനെ നമ്മൾ മുട്ടക്കുന്നിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. മുട്ടക്കുന്ന് എന്ന് പറയുന്ന വാഗമണിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻസിൽ ഒന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്തല്ല ശരിക്കും വരേണ്ടത്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ മുട്ടക്കുന്ന് ശരിക്കും മുട്ടയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, നമ്മൾ മുട്ടയടിച്ച് നിൽക്കുന്ന പോലെ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പാണ്. നമ്മൾ മൺസൂൺ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇടയ്ക്കൂടെ ഇങ്ങനെ ഫോഗൊക്കെ ഉണ്ടാവും. ആ ഫോഗിനകത്ത് ആ പച്ചപ്പ് നിറഞ്ഞ മുട്ടക്കുന്ന് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ശരി മുട്ടയടിച്ച് നിൽക്കുകയാണ്, അതുപോലെയാണ് നിൽക്കുന്നത്. ഡ്രൈ ആണ്. അപ്പുറത്ത് തങ്ങൾപ്പാറയുടെ മലകളൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ അരുണേ? അത് തങ്ങൾപ്പാറയുടെ മലയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ അടുത്ത ഒരു സ്പോട്ട് അട്രാക്ഷനായിട്ട് നമുക്ക് കാണാം. ഏതായാലും മുട്ടക്കുന്നിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഈ മുട്ടക്കുന്നിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടക്കാം. വൈകുന്നേര സമയത്താണെങ്കിൽ ഇത്രയും വെയിലുണ്ടാവില്ല. അപ്പോൾ ഈ മുട്ടക്കുന്നിൻ്റെ മേളിൽ കൂടെ നടക്കുക. താഴെ ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിൽ ബോട്ടിങ്ങിന് പോകാം. സിപ്പ് സൈക്ലിംഗ് ഉണ്ട്, അതൊക്കെ പോകാവുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ സിപ്പ് സൈക്ലിങ്ങും ബോട്ടിങ്ങിനും ഒന്നും പോകുന്നില്ല. ബോട്ടിങ്ങിന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാമെന്നാണ് നമ്മളോട് ആൽബിൻ പറഞ്ഞത്. അപ്പോൾ ആൽബിൻ പറഞ്ഞിടത്തേക്ക് തന്നെ പോകാം. ഇവിടെ ഉണ്ട് ബോട്ടിങ് എന്ന് ഞാൻ പറയുമായിരുന്നു. വാ. അടുത്ത അട്രാക്ഷൻ വാഗമണിൽ എന്ന് പറഞ്ഞാൽ സിപ്പ് ലൈനിൽ കയറുക. അതും നല്ല താഴെ നല്ല കൊക്കൊക്കെ ഇങ്ങനെ കണ്ട് നല്ല ദൂരത്തിൽ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അതായത് വാഗമണിലെ ഏറ്റവും നീളമുള്ള സിപ്പ് ലൈൻ, ദ ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ഇൻ വാഗമൺ. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. എനിക്ക് പിന്നെ അക്രോബാറ്റിക് ആയതുകൊണ്ടും എനിക്ക് പേടിയുള്ളതും ഹൈറ്റിനോട് പേടിയുള്ളതുകൊണ്ടും അക്രോഫോബിയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. അരുൺ പോവാന്നൊക്കെ ഞാനും പോവാന്ന് പറഞ്ഞ് ഇവിടെ വന്നു, പക്ഷേ ഇത് കണ്ടപ്പം എനിക്കും പേടിയാണ്. ജോർജിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ കാണാത്തോണ്ട് ഞാൻ ഇപ്പൊ സമ്മതിക്കാം. കണ്ണാടി വെച്ചിരിക്കുകയാണ്. കണ്ണാടി വെച്ചു, അപ്പൊ കാണാൻ പറ്റത്തില്ല. നീ കണ്ണാടി വെച്ച് തന്നെ പോവാം. അതെ, വാ വാ വാ. ഒരാളെ കിട്ടി. ജോർജ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ശരിക്കും
കംപ്ലീറ്റ് സേഫ്റ്റി ഹാർനസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 500 മീറ്റർ, അവിടുന്ന് ഇങ്ങോട്ട് 500 മീറ്റർ, മൊത്തം 1 കിലോമീറ്റർ ആണുള്ളത്. അവിടെ ചെന്ന് ഇറങ്ങി അപ്പുറത്ത് കയറിയിട്ട് വേണം അവിടുന്ന് ഇങ്ങോട്ട് പോരാനായിട്ട്. എനിക്ക് പേടിയാണ്, ഹൈറ്റ് പേടിയുള്ള കൂട്ടത്തിലാണ്. ഹൈറ്റ് പേടിയുള്ള കൂട്ടരാണ്. നിങ്ങൾക്ക് ഹൈറ്റ് ഓവർകം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹൈറ്റ് ആ പേടി ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല. എനിക്ക് അങ്ങനെ ഓവർകം ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ആ പേടിയുള്ളത് കൂടെ നിന്നോട്ട്. പക്ഷേ നല്ല ഫോട്ടോസൊക്കെ ഇവരെടുത്ത് തരും, ഇതുപോലത്തെ ഫോട്ടോസും എടുത്തു തരും. അവർ ഡ്രോൺ ഈ കൂടെ തന്നെ ഫ്ലൈ ചെയ്യും. 600 രൂപയാണ് ഒരാൾക്ക് പോയി വരാനായിട്ടുള്ളത്. അതിനകത്ത് ഡ്രോണിൻ്റെ വിഷ്വൽസും കൊടുക്കും അല്ലേ നിങ്ങൾ? ഡ്രോണിൻ്റെ വിഷ്വൽസ് ഇവിടെ വരുമ്പോഴത്തേന് നിങ്ങളുടെ മൊബൈലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെ വാട്സപ്പിലോട്ട് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തു. ജോർജെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ണട വെച്ചിട്ട് പറയാം. അത് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഇവിടെ വന്ന് നിങ്ങൾക്കെല്ലാവരും പേടിയായതുകൊണ്ട് ഞാൻ കയറേണ്ടി വന്നു. എൻ്റെ പേടി അങ്ങോട്ട് മാറി. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പേടിയൊക്കെ മാറ്റി വെച്ച് എല്ലാവരും എൻജോയ് ചെയ്യണം. ഹൈറ്റിന്റെ ആ ഫീലൊക്കെ കിട്ടുമോ ശരിക്കും? നെഞ്ചത്തുനിന്ന് ഒരു എന്താണ്ടൊക്കെ പോണ പോലെയൊക്കെ തോന്നും. ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. സ്പീഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നോർമൽ സ്പീഡാ. ആ നിൽക്കുമ്പോൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു ജെർക്ക് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പോയി നമ്മൾ തിരിഞ്ഞിരിക്കണോണ്ട് അത് അറിയൂല സ്ഥലം എത്തിയില്ലെന്നും പറഞ്ഞേ. അതുകൊണ്ട് അതും അറിഞ്ഞില്ല. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതായിരുന്നു ജോർജിന് പറയാനുണ്ടായിരുന്ന എക്സ്പീരിയൻസ്. നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, വാഗമണിൽ വേറെ പലയിടത്തും ഉണ്ട്. പക്ഷേ ഇതാണ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇവർ നിർബന്ധിച്ച്, എൻ്റെ പേടി മാറ്റണമെന്ന് പറഞ്ഞ് ഇവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കയറ്റി കേട്ടോ. ആദ്യം കയറിയപ്പോൾ നെഞ്ചിടിച്ചു, നന്നായിട്ട് നെഞ്ചിടിച്ചു. പേടിയുണ്ടായിരുന്നു, നല്ല പേടിയായിരുന്നു. പക്ഷേ ഒന്നൊരു 2 സെക്കൻഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ്. അടിപൊളി എക്സ്പീരിയൻസ്. ഹൈറ്റിനോട് എനിക്ക് ഇപ്പോഴും പേടിയാണ്. പക്ഷേ എന്നാലും സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. വാഗമണിലെ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് 3 സ്പോട്ടുകളുടെ ഒരു കോംബോ എഫക്റ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുരിശുമല, മുരുകമ്മല, അതുപോലെ തന്നെ തങ്ങൾപ്പാറ. ഇത് 3 സ്പോട്ടുകളുടെ കോംബോ എന്നും പറയാം. അതേപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രത്യക്ഷ രൂപമെന്നും വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ പിടിച്ച് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ശരി, ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ചൊക്കെ നിൽക്കാവുന്നതാണ്. ഇത് 3 മലകളിലായിട്ട് 3 പേരും ഇരിപ്പുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുരിശുമലയാണ്. ഇവിടെ 14 കുരിശല്ലേ മേൾ വരെ. മേളിലൊരു ചാപ്പലും ഉണ്ട് കേട്ടോ, നമുക്ക് നടന്നു പോകാം. പക്ഷേ നമ്മുടെ ശരീരം ഇച്ചിരി തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ 3 മലയും കൂടെ നടന്ന് കയറാൻ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മലകളിൽ ഒന്നും തന്നെ കയറുന്നില്ല. ഇപ്പം നിൽക്കുന്ന കുരിശുമലയിലാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേനും കുരിശടികളുണ്ട്, 14 കുരിശടികളുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും മേളിൽ ചാപ്പലുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് മുരുകമ്മല. ആ മുരുകമ്മലയുടെ തുടക്കത്തിൽ തന്നെ ഒരു മയിലൊക്കെ ഇരിപ്പുണ്ട്. മുരുകൻ്റെ വാഹനമാണല്ലോ മയിൽ. അപ്പം മയിലുണ്ട്. അത് കഴിഞ്ഞ് ആ മല അങ്ങോട്ട് കയറി അങ്ങ് അപ്പുറത്തെ ഭാഗത്തോട്ട് ചെല്ലുമ്പോഴത്തേന് മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. അത് ഇച്ചിരി അങ്ങോട്ട് നടന്ന് കഴിയണം. അതൊക്കെ നമ്മൾ ഡ്രോണിലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡ്രോണിലെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തങ്ങൾപ്പാറയാണ്. തങ്ങൾപ്പാറയുടെ താഴെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി താമസിച്ചിട്ടുണ്ട്. തങ്ങൾപ്പാറ നടന്ന് കയറിയിട്ടില്ല. ഞാൻ ഇതുവരെ നടന്ന് കയറിയിട്ടില്ല കേട്ടോ. കുരിശുമല നടന്ന് കയറിയിട്ടുണ്ട്. മുരുകമ്മല ഇതുപോലെ കണ്ടിട്ടേ ഉള്ളൂ, നടന്ന് കയറിയിട്ടില്ല. ഏതായാലും തങ്ങൾപ്പാറ എന്ന് പറയുന്നതും ഈ വെയിൽ സമയത്തൊക്കെ നടന്ന് കയറാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിരാവിലെയൊക്കെ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. നല്ല കാറ്റും ചുറ്റുവട്ടത്ത് ആ മൂടൽമഞ്ഞും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് 3 കൂടെ വരുന്നതാണ് നമ്മുടെ ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞ സ്പോട്ട്, 4ാമത്തെ സ്പോട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കാൻ തുടങ്ങി. റിസോർട്ടിലൊന്ന് പോവുക, ഫുഡ് കഴിക്കുക. നമ്മൾ താമസിക്കുന്നത് വാഗമണിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോഗിനോൾ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ വന്നിരുന്നു. ഇന്നലെ അവിടെ വന്ന് സെറ്റിലായി. അവർക്കാണ് കുറേയേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. കേവിനകത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. കേവിനകത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേവിനകത്ത് താമസിക്കാം. അതല്ല, ഞങ്ങൾ പക്ഷേ വില്ലാസാണ് എടുത്തത്. ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ട് 2 ബെഡ്റൂമുള്ള വില്ലയാണ്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ വില്ലാസ് വേണേലും ഉണ്ട്,
ഫോഗിനോളിൽ അക്കോമഡേഷൻ മാത്രമല്ല കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി പോകുന്നതാണെങ്കിലും വഴിയിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയാണ്. പക്ഷേ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ചുറ്റുവട്ടത്ത് നല്ല മലകളും ഒക്കെ കാണാം. അരുവിയുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്, സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി അങ്ങോട്ട് മാറി ഒരു ചെക്ക് ഡാം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ടോപ്പ് ടെറസ് എന്ന് നമുക്ക് പറയാം. അങ്ങ് ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു ടോപ്പ് ആംഗിൾ വ്യൂ ഉണ്ട്. വ്യൂ പോയിന്റ് എന്ന് വേണേൽ പറയാം. അതുപോലെ പൂളുണ്ട്, പൂളിൽ നീന്തി കുളിക്കാം. തിയേറ്റർ ഉണ്ട്. പിന്നെ സൈക്ലിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തൊക്കെ സൈക്ലിങ്ങിനും ഒക്കെ പോകാം. ഇതൊക്കെയാണ് ഫോഗിനോളിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇനി നമ്മൾ ഫോഗിനോളിൽ പോയി ഫുഡ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവുക. വാ. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറിയിട്ട് അഡ്വഞ്ചർ പാർക്കിൽ വന്നിരിക്കുകയാണ്. അഡ്വഞ്ചർ പാർക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മൗണ്ടെയ്ൻസ് ഒക്കെ കാണാം. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമില്ലേ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ട് സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞറിഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഈ അഡ്വഞ്ചർ പാർക്ക് വന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ സൂയിസൈഡ്സ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ പഴയ ആ സൂയിസൈഡ് പോയിന്റ് എന്നുള്ള പേരുണ്ടെന്നേ ഉള്ളൂ. അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. ഗ്ലാസ് ബ്രിഡ്ജിൽ ആരും കയറുന്നതായിട്ട് കണ്ടില്ല. എന്താ കയറാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൽക്കാലത്തേന് അടച്ചിരിക്കുകയോ എല്ലാവർക്കും ചോദിച്ചറിയാം. അതുപോലെ തന്നെ അവിടെ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാരെ കാണാം. പാരാഗ്ലൈഡിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിപ്പ് ലൈനിൽ സൈക്ലിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ സിപ്പ് സൈക്ലിംഗ് അതിന് പോകണമെന്നുണ്ടെങ്കിൽ അത് പോകാം. കുറച്ച് പേരൊക്കെ അതിന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബങ്കി ജമ്പിങ് ഉണ്ട്. ബങ്കി ജമ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ബങ്കി ജമ്പിങ്ങിന് വേണമെങ്കിലും പോകാം. പിന്നെ മറ്റു കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഗാർഡൻ ഉണ്ട്, കുറേ പൂക്കളൊക്കെ ആയിട്ട്. ഗാർഡൻ ഇപ്പോഴും ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ആയിട്ട് ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് സ്വിങ് ഉണ്ട്, ഒരു ഡീപ്പ് സ്വിങ് ആണ്. അതിൻ്റെ വല്ല പേരും കാണാം, അഡ്വഞ്ചർ പേരുകൾ എന്തെങ്കിലും കാണാം, അതറിയില്ല, അത് നോക്കിയില്ല. പിന്നെ ചെറിയൊരു ലേക്ക് ഉണ്ട്, അതിന് മേൽ കൂടെ സിപ്പ് ലൈൻ പോകണമെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷേ നമ്മൾ ഏതായാലും ഓൾറെഡി ലോങ്ങസ്റ്റ് സിപ്പ് ലൈനിൽ പോയതാണ്. പിന്നെ ഇവിടെ വന്ന് സിപ്പ് ലൈനിൽ പോകുന്നില്ല. നിങ്ങൾക്ക് അഡ്വഞ്ചറൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു ലേക്ക് ഉണ്ടെന്ന്. ആ ലേക്കിൽ ബോട്ടിങ്ങിന് വേണേൽ പോകാം. അത് കൊട്ടവഞ്ചിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അതുകൂടാതെ പെഡൽ ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഒത്തിരി പേര് പെഡൽ ബോട്ടിനൊക്കെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ചൂടുണ്ട്, വെയിലിന് നല്ല ചൂടാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇച്ചിരി തണലത്തോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പാണ്, കാറ്റ് കിട്ടും, രസമുള്ള കാഴ്ചകളാണ്, എല്ലാം ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു അഡ്വഞ്ചർ തൽപരനാണ് അല്ലെങ്കിൽ തൽപരയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം പാരാഗ്ലൈഡിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാരാഗ്ലൈഡിങ്ങിന് പോയിട്ടില്ല, എനിക്ക് പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് ഹൈറ്റ് പേടിയാണ്. പക്ഷേ കൽപ്പിത ഒരു പ്രാവശ്യം പാരാഗ്ലൈഡിങ്ങിന് പോയിരുന്നു, വാഗമണ്ണിൽ വന്ന്. അത് എനിക്കൊന്ന് ഈ മലയോ ആ മലയോ ഇവിടെ ഏതോ ഒരു സ്ഥലത്താണ് പോയത്. നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് കൽപ്പിത പറഞ്ഞത്. പക്ഷേ ആദ്യം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആ ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അതിൻ്റെ ആ മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഇവിടെ പച്ചപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ്, കാട് പോലെ നിൽക്കുകയാണ് ആ സ്ഥലങ്ങളൊക്കെ. ശരിക്കും ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. താഴോട്ടുള്ള ഒരു നല്ല വ്യൂ അതിൻ്റെ മേളിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ സ്പോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ആ ഫ്രീ ഫോൾ എന്ന് ആണ് അപ്പുറത്ത് നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഊഞ്ഞാലി പോകുന്നെന്ന് പറഞ്ഞേ, അത് അപ്പുറത്ത് കണ്ടതാണ്. ഇത് റോക്കറ്റ് ജമ്പിങ്, അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഉണ്ട്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, മെയിൻ്റെനൻസ് വർക്കിലാണ്. ആകെപ്പാടെ എനിക്ക് കയറണമെന്ന് തോന്നിയത് ഗ്ലാസ് ബ്രിഡ്ജാണ്. പക്ഷെ ബാക്കിയെല്ലാം മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് താല്പര്യം ഇല്ലായിരുന്നേ ഉള്ളൂ. ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളല്ലേ. നമ്മളിനി പൈൻ ഗാർഡൻ അല്ലേ, അപ്പം പൈൻ ഫോറസ്റ്റ്, പൈൻ ഗാർഡൻ എന്ത് വേണേലും പറയാം. അതും വാഗമണിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്പോട്ടിലൊന്നാണ്. അതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. പോവാണ് നമ്മളങ്ങോട്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓർക്കിഡ് ഗാർഡനൊക്കെ ഉണ്ട്, നമുക്ക് വേണേൽ കണ്ടങ്ങോട്ട് പോകാം. അത് അങ്ങോട്ട് പോകുന്ന വഴിക്കാം. പക്ഷേ ഈ അഡ്വഞ്ചർ പാർക്ക് വന്നുകൊണ്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് സൂയിസൈഡ് പോയിന്റിൽ ആൾക്കാർ വന്ന് സൂയിസൈഡ് ചെയ്യുന്ന പരിപാടി നിർത്തി. നമ്മളങ്ങനെ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഇങ്ങേയറ്റത്ത് വന്നു. പാരാഗ്ലൈഡിങ് സൈറ്റാണ്. പാരാഗ്ലൈഡിങ് സൈറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പാരാഗ്ലൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് പാരാഗ്ലൈഡിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പോൾ ആരോ പോയിട്ട് അവർ വന്ന് ലാൻഡ് ചെയ്യുന്ന ഭാഗമാണ് ഇത്. ലാൻഡിങ് ഏരിയ ആണ്. ലാൻഡിങ്ങും ടേക്ക് ഓഫും എല്ലാം ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ്. ഇവരിപ്പം വന്ന് ലാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പുറത്താണെങ്കിലും വേറെ അടുത്തൊരു ടീം വരുന്നുണ്ട്, പുറകിലിങ്ങനെ വരുന്നു. ഇത് 4000 രൂപയാണ് കേട്ടോ. ഒരു വീഡിയോ ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപയാണ്. വീഡിയോയും കൂടെ ആണെന്നുണ്ടെങ്കിൽ 4500 രൂപയാണ്. അപ്പോൾ അവർ തന്നെ വീഡിയോ എടുത്ത് തരുമൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ആ ഹൈറ്റിൽ നിന്നുള്ള ഈ വാഗമണിൻ്റെ നല്ല വ്യൂ കിട്ടും.
പക്ഷേ ഇതിനെല്ലാം വിൻഡ് അനുകൂലമാണെങ്കിലും മാത്രമാണ് ഇവർ പോവുക. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല വിൻഡായിരുന്നു, കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതാ അടുത്ത ആൾക്കാർ വരുന്നു. കാരണം അവർ വന്ന് ഇറങ്ങുന്ന പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു സൈറ്റിൻ്റെ ഏരിയയിലാണ്, ലാൻഡിങ് സൈറ്റും ഒക്കെ ആയിട്ടാണ് ഇവർ വന്ന് ഇറങ്ങുന്നതൊക്കെ. നമുക്ക് വേണേലും വരാൻ പോകാമെന്നുള്ളതാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജസ് ആണ് കേട്ടോ. അഡ്വഞ്ചർ പാർക്കിൽ കയറാനായിട്ട് 25 രൂപയാണ് അഡൽസിന്. അതുപോലെ തന്നെ പാർക്കിംഗ് ചാർജസ് ഉണ്ട്, 30 രൂപ മിനിറ്റാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രൈസ് വരുന്നത്. നമ്മളങ്ങനെ അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പൈൻ ഫോറസ്റ്റിന് അങ്ങോട്ട് പോവുകയാണ്. പോരുന്ന വഴിക്ക് തന്നെയാണ് ഓർക്കിഡ് ഗാർഡൻസ് ഇപ്പുറത്തുണ്ട്. ഓർക്കിഡ് ഫാമെന്നോ ഗാർഡൻസ് എന്നൊക്കെ പറയാം. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി നമുക്ക് അകത്ത് കയറാമെന്ന്. അവിടെ ഉണ്ട് കേട്ടോ എൻട്രി ഫീസ് 100 രൂപ മിനിറ്റാണ് അഡൽസിന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫാമുണ്ട്, ഡയറി ഫാമാണ്. ഡയറി ഫാമിൽ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ഫാമാണ് കേട്ടോ. അങ്ങോട്ട് അവിടെ നല്ല പച്ചപ്പുണ്ട്, ഇഷ്ടംപോലെ പുല്ലിങ്ങനെ പടർന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൈൻ ഗാർഡന് പോകാനായിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് നമ്മൾ പാർക്ക് ചെയ്ത് പൈൻ ഗാർഡനിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ നമ്മൾ വാഗമണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, പൈൻ വാലി. ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് മെഡോസ് തന്നെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ വാഗമൺ നോൾസ് ആണ്, മുട്ടക്കുന്നുകൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമ്മറിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ഈ പൈൻ വാലിയിൽ വന്നിട്ടുള്ളൂ, ഭയങ്കര തിരക്കായിരുന്നു. മുട്ടക്കുന്നിനേക്കാളിലും കൂടുതൽ തിരക്ക്, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ സാധാരണ വീക്കെൻഡ്സിൻ്റെ അത്രയും തിരക്കില്ല, വീക്ക് ഡേ ആയിട്ട് കൂടി ഇത്രയും തിരക്കുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു, അവരതിലെല്ലാം കറങ്ങി അടിച്ച് നടപ്പുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ഇവിടെ തന്നെ പൈൻ മരങ്ങൾ വീണ് ബെഞ്ച് പോലെ കിടപ്പുണ്ട്, ആ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നു, നാച്ചുറൽ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. ഏറ്റവും ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട്സ്, പ്രീ വെഡ്ഡിങ് ഷൂട്ട്സ് ഇതെല്ലാം നടക്കുന്ന സ്ഥലമാണ് പൈൻ വാലി എന്ന് പറയുന്നത്. പൈൻ വാലി തന്നെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് അപ്പർ പൈൻ വാലി, നമ്മൾ വന്നിരിക്കുന്ന അപ്പർ പൈൻ വാലിയിലാണ്. അതുപോലെ തന്നെ ലോവർ പൈൻ വാലി ഉണ്ട്, അവിടെ വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. ലോവർ പൈൻ വാലിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പാലരുവി എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്, ഒരു വാട്ടർഫോൾസ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇപ്പം വേനലൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവിടെ വെള്ളം കുറവാണ്. നമ്മൾ ലോവർ പൈൻ വാലിയിലോട്ട് പോകുന്നില്ല, നമ്മൾ അപ്പർ പൈൻ വാലിയിൽ തന്നെ വന്നിരിക്കുന്നു. ഇഷ്ടംപോലെ പൈൻ മരങ്ങളാണ്. പൈൻ വാലിക്കകത്തോട്ട് നടക്കാനായിട്ട് ആ ഗേറ്റ് വരെ ആണെങ്കിൽ ഒരു 100-150 മീറ്റർ ഉണ്ട്. അത്രയും നടന്ന് വന്നു കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ്സ് എടുക്കണം. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് തന്നെ ഓർക്കിഡ് ഫാം ഉണ്ട്. ഓർക്കിഡ് ഫാമിൽ വേണമെന്നുണ്ടെങ്കിൽ കയറാം, അതിനാണെങ്കിലും ഉണ്ട് എൻട്രൻസ് ഫീസ് 100 റുപ്പീസാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറി ഫാം ഉണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഏറ്റവും പച്ചപ്പുണ്ടായിരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അത് ഇപ്പോഴും, വേനലാണെങ്കിൽ കൂടി. അവിടെ പക്ഷേ നമുക്ക് എൻട്രൻസ് ഇല്ല, എൻട്രി അലൗഡ് അല്ല. ഏതായാലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൈൻ വാലിയുടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം, പാർക്കിംഗ് ഫീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പൈൻ വാലിയിൽ എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിന് ഒരാൾക്ക് 30 രൂപയാണ്. ക്യാമറയ്ക്ക് അവിടെ ചാർജസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറയുടെയും കൂടി കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ക്യാമറയ്ക്ക് ഇപ്പം ഫീസില്ല. പുതിയ ബോസ് പറഞ്ഞു ഈ ക്യാമറയുടെ ചാർജസ് ഒക്കെ ഇടുക എന്ന് പറയുന്നത് പഴയ നിയമങ്ങളാണ്, അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ ക്യാമറ ഫ്രീ ആണ്, നമുക്ക് ക്യാമറയായിട്ട് അകത്ത് വന്ന് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്ത് പോകാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും മഞ്ഞുള്ള സമയത്താണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറി ഇങ്ങനെ വരുന്ന കാഴ്ചകൾ കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. അതേപോലെ ഇപ്പോഴാണെങ്കിൽ ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. നടക്കുന്ന സമയത്ത് സൂക്ഷിക്കണം, ഇലയുണ്ട് അതുപോലെ തന്നെ വേരുമുണ്ട്. ഈ വേരിൻ്റെ പുറത്തൊക്കെ ഇല പിടിച്ചിരിക്കുമ്പോഴേ ചിലപ്പോൾ തെന്നി അങ്ങ് പോകും. പിന്നെ ഈ പൈൻ മരങ്ങൾ നോക്കുക, അതിൻ്റെ ഇങ്ങനെ ആ തടിയേന്ന് അതിൻ്റെ ബാർക്ക് ഇങ്ങനെ അടന്ന് വരുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ അടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, അതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ. പൈൻ കാകളൊക്കെ ചില സമയത്ത് വീണ് കിടക്കുന്നതാണ്, ഇപ്പം ഞാൻ കാണുന്നില്ല. ആൾക്കാർ വരുന്നതുകൊണ്ട് അവരെല്ലാം പെറുക്കിയെടുത്ത് പോകുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ പൈൻ കാകളൊക്കെ ഇഷ്ടംപോലെ വീണ് കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണേണ്ടതാണ്. ഏതായാലും പൈൻ ഗാർഡൻസിൽ നിന്ന് അല്ലെങ്കിൽ പൈൻ വാലിയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമുക്കിനിയിപ്പോൾ ഓഫ് റോഡ് പോയാലോ? ഓഫ് റോഡ് പോവാം. ഓഫ് റോഡ് എന്ന് പറയുന്ന വാഗമണിൽ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ ഓഫ് റോഡ് പോകാറുണ്ട്. ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ഉളുപ്പുണി എന്ന് പറഞ്ഞത്. ലോവർ പൈൻ വാലി നിങ്ങൾ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഉളുപ്പുണ്ണിയുടെ വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ തന്നെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം ഓഫ് റോഡ് പോകുന്നു. അങ്ങനെ നമ്മൾ അവസാന സ്പോട്ട്, അതുപോലെ തന്നെ തിങ്സ് ടു ഡൂയിൽ
അവസാനമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് വാഗമണിൽ ചെയ്യാനായിട്ട്. നമ്മുടെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നതാണ് ഈ ഓഫ് റോഡ് റൈഡ്, ജീപ്പ് സഫാരി. അതേപോലെ തന്നെ ഉളുപ്പൂണി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ഉളുപ്പൂണിക്കാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ വന്നതാണ്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉളുപ്പൂണിയുടെ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആൽബിൻ്റെ സ്ഥലവും ഉളുപ്പൂണിയാണ് അല്ലേ? ആൽബിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ആ, ഇവിടെ നമുക്ക് ജീപ്പ് റൈഡ് വരാം. അന്ന് ബൈക്കിന് വരാം, ഇപ്പം ബൈക്കിന് വരാമോ? കയറ്റി വിടുന്നില്ല. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനായിട്ട് 150 റുപ്പീസ് ഒരു വണ്ടിക്ക്, ജീപ്പാണെന്നുണ്ടെങ്കിൽ. ജീപ്പ് അല്ലാതെ പ്രൈവറ്റ് വണ്ടി കയറ്റത്ത് പറ്റില്ല, നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റേർഡ് ജീപ്പ് മാത്രം. ആ, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, രജിസ്റ്റേർഡ് ജീപ്പുകൾ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. 150 രൂപയാണ്. 150 രൂപയ്ക്ക് ഇങ്ങോട്ട് കയറി വരാം. നമ്മൾ ഫോഗിനോളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽബിനെ കണക്ട് ചെയ്ത് തരും. അല്ലെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്യും കേട്ടോ. ഫോഗിനോളിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്, നല്ലൊരു റിസോർട്ടാണ്. അതിനകത്താണെങ്കിൽ നമുക്ക് പൂളും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാഗമണിനേക്കാളും, വാഗമണിൻ്റെ ഒരു ഭാഗമാണ് ഉളുപ്പൂണി എന്ന് പറയുന്നത്, എന്നാലും വാഗമൺ ടൗണും അതിൻ്റെ ചുറ്റുവട്ടത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഉളുപ്പൂണിയോടാണ്. കുറച്ചുകൂടെ ഗ്രാമീണത അല്ലേ? ഗ്രാമീണ ഭംഗി ജോർജ് എപ്പോഴും പറയുന്നതാണ്, ഗ്രാമീണ രുചിയാണ്, ഗ്രാമീണ ഭംഗിയാണ്. ഇപ്പോൾ ഏതായാലും ഗ്രാമീണ ഭംഗി ശരിക്കും കുറച്ചുകൂടെ ഗ്രാമീണത, ആ നാച്ചുറൽ ബ്യൂട്ടി, കുറച്ചേറെ തേയിലത്തോട്ടങ്ങൾ, കുറച്ചുകൂടെ നല്ല മലകളെല്ലാം നല്ലത് തന്നെയാണ്. ഇതും നല്ലതാണ്. വാഗമണിനെ കുറ്റം പറഞ്ഞല്ല ഞാൻ പറയുന്നത്, എനിക്ക് കുറച്ചുകൂടെ അട്രാക്ഷൻ ഇതായിട്ടാണ്. അതെ, ഇവിടെ വന്നിട്ട് ഇത് ചെയ്യരുത്, പ്ലാസ്റ്റിക് ഇടുക, പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചു വാരി ഇടുക. നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് അതെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ട് ഈ സ്ഥലം നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അത് ആസ്വദിക്കാനും പറ്റിയാല, നമുക്ക് തന്നെ നമ്മുടെ ജീവിതം നശിച്ചു പോവുകയും ചെയ്യും. ഇവിടെ താമസിക്കുന്നവരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക, കറക്റ്റായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ഉള്ള സ്ഥലങ്ങളിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. അപ്പുറത്തൊരു മലയുണ്ട്, അവിടെ കയറാൻ പറ്റുമോ? നമുക്ക് കയറാൻ പറ്റും. ഉളുപ്പൂണിയിൽ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട്. വന്നാൽ ഉളുപ്പൂണിക്ക് വേണ്ടി തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഡാമുണ്ട്, ഒരു ടണലുണ്ട്, പിന്നെ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ മല ഇടുക്കുണ്ട്, അങ്ങനെ കുറേയേറെ കാഴ്ചകളുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നില്ല. ഇത് കൂടാതെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അത് നമ്മൾ നാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫിഷ് ഫാം ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. അതൊക്കെ വാഗമണിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. പക്ഷേ അത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഇപ്പം ഉളുപ്പൂണിയിൽ വന്ന് ഉളുപ്പൂണിയുടെ കാഴ്ചകളുമായിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. ഫാബിനപ്പുറത്ത് തിരക്കാണ്. ഏതായാലും നിങ്ങളോട് ഞങ്ങൾ ബൈ ബൈ പറയുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ ബൈ. ഫാബിനെ ഒന്നൊരു ബൈ പറയാം. ഈ ആൽബിൻ്റെ കൂടെ ഉണ്ടല്ലോ, ജീപ്പ് സഫാരിക്ക് ഒരിക്കലും വരരുത്. കാരണം വെച്ചാൽ പകുതി ദൂരം നമ്മളെ കൊണ്ട് ഓഫ് റോഡൊക്കെ ഓടിപ്പിക്കുന്ന പുള്ളിയാണ്. പുള്ളി പറയും ഓടിച്ചോളാം പറയും, എന്നിട്ട് പുള്ളി അങ്ങോട്ട് മാറിയിരിക്കും. അതുകൊണ്ട് ജീപ്പ് സഫാരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ നോക്കണം, ആൽബിനെ നോക്കരുത്. ഏതായാലും ഇവിടെ വന്നു, നമുക്ക് ജീപ്പിൻ്റെ പുറത്തൊക്കെ ഇരിക്കാം. ഇപ്പം ആ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരികയാണ്. സൂര്യൻ്റെ ദാന്ന് പറഞ്ഞ് മേഘങ്ങൾക്കകത്തേക്ക് പോയി. ഇനിയിപ്പോൾ താഴെ എങ്ങാനും വന്ന് കണ്ടാലായി. മൊത്തത്തിനൊരു കളർ മാറി കേട്ടോ, നല്ല ബ്ലൂയിഷ് കളറായിട്ടുണ്ട് ഈ സൈഡിലേക്ക്. രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് വേറെ ആൾക്കാർ ഈ ജീപ്പ് സഫാരിക്കൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഉളുപ്പൂണിയുടെ കാര്യവും വാഗമണിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞു. ടാറ്റ ബൈ ബൈയും പറഞ്ഞു. ചുമ്മാ ആൽബിനുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് കയറിയിരുന്ന